കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി AICRP-ON പോളിറ്ററി ബ്രീഡിംഗ് മണ്ണുത്തിയുടെ നേതൃത്വത്തിൽ ICAR SSC SP 2025-26 പദ്ധതിയുടെ വിതരണോദ്ഘാടനവും സെമിനാറും നടന്നു. പുത്തൂർ പഞ്ചായത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണോദ്ഘാടനവും സെമിനാറും നടന്നു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബി അജിത് ബാബു, ഡോക്ടർ സ്റ്റെല്ല സിറിയക് എന്നിവർ ക്ലാസ് നയിച്ചു. ഡോക്ടർ ബീന സി ജോസഫ് സ്വാഗതവും ഡോക്ടർ MR ലത പദ്ധതി വിശദീകരണവും നടത്തി. സെമിനാർ ഉദ്ഘാടനം ഡോക്ടർ TS രാജീവ് നിർവഹിച്ചു. ഉൽപാദനോപാധികളുടെ വിതരണം ഡോക്ടർ തിരുപ്പതി വെങ്കിടാചലപതി നിർവഹിച്ചു. ഡോക്ടർ ജിതേന്ദ്രകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, ഡോക്ടർ ബിനോജ് ചാക്കോ, ഡോക്ടർ PA പീതാംബരൻ, ഡോക്ടർ സുമി ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി. ഡോക്ടർ മനോജ് C മാത്യു നന്ദി പ്രഭാഷണം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തില് എല്ലാ വീടുകളിലേക്കും കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 7 ലക്ഷം രൂപയോളം നമ്മൾ പദ്ധതി വിഹിതം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മുടെ പട്ടികജാതി വിഭാഗക്കാരുടെ ഇങ്ങനൊരു പദ്ധതി സർക്കാർ തലത്തിൽ തന്നെ നടത്തിക്കൊണ്ടുവരുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ മണ്ണുത്തിയിലെ വെറ്റിനറി സർവകലാശാലയാണ്. നമുക്കറിയാം, ഇവിടെ പദ്ധതി വിശദീകരണത്തിലും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും കൂടെ പറഞ്ഞു, ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന സർക്കാർ ഒട്ടനവധി പദ്ധതികൾക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയോര ഗ്രാമപ്രദേശമാണ് പുത്തൂർ ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒട്ടേറെ പേർ നമ്മുടെ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നടത്തി വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷം നമ്മൾ 50 ലക്ഷം രൂപയോളമാണ് മൃഗസംരക്ഷണ മേഖലയ്ക്ക് പദ്ധതി ഇനത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത്. അതിലൊട്ടേറെ പദ്ധതികൾ നമുക്ക് നല്ല രീതിയിൽ ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ്. അവർക്ക് ആവശ്യമായ കന്നുകാലികളെ വാങ്ങുന്നതിന്, അതുപോലെ പോത്തുംകുട്ടി വളർത്തല്, അതുപോലെ നമുക്ക് കോഴി വളർത്തൽ, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ അവർക്ക് ആവശ്യമായ തീറ്റ. ഭരണസമിതിയുടെ സമയത്താണ് പുതുതായി 2-3 പദ്ധതികൾ ഏറ്റെടുത്തത്. പോത്തുകുട്ടികളെ വളർത്തിയാൽ അവർക്ക് സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗുണഭോക്തൃ വിഹിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 12,000 രൂപയുടെ ഒരു പോത്തുകുട്ടി വാങ്ങുകയാണ്. നമ്മുടെ ഏറ്റവും പുത്തൂർ ഗ്രാമപഞ്ചായത്തിനെ നെറുകയിൽ എത്തിച്ച ഒരു സംവിധാനമാണ് സുവോളജിക്കൽ പാർക്ക്. അപ്പൊ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന പരിപാടി ഈ വരുന്ന ഒക്ടോബർ 28-ാം തീയതി നടക്കുന്നതാണ്. അപ്പൊ അതിന്റെ വിപുലമായ ഒരു സംഘാടക സമിതിയാണ് ഇന്നലെ 5 മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ നമ്മുടെ സ്കൂളില് നിർവഹിച്ചു കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ പ്രവർത്തന പരിപാടി നമ്മുടെ പുത്തൂർ എന്ന ഈ മലയോര ഗ്രാമത്തിലേക്ക് നമ്മുടെ ലോകത്തിന്റെ ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഇനിയുള്ള നാളുകൾ നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഉപജീവന മാർഗം, അവരുടെ ജീവിത നിലവാരത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തണം. ഇവിടേക്ക് വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഓരോരുത്തർക്കുണ്ട്. അവർക്ക് ആവശ്യമായ ഉൾപ്പെട്ട ആളുകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നമുക്ക് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ പഴയ പുത്തൂരല്ല, ഇവിടെ നളികേച്ചി പറഞ്ഞതുപോലെ പണ്ട് നമുക്ക് 2 കോടിയൊക്കെ കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നളികേച്ചിയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു സമയഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്കാർക്കും ഭക്ഷണത്തിന് പഞ്ഞമില്ല. അതുപോലെ തന്നെ കോഴിമുട്ടയും കോഴിയിറച്ചിയും ഏതൊരു പരിപാടിക്കും മസ്റ്റാണ്. അതില്ലാതെ ഒരു പരിപാടി നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തരുന്ന ഈ 10 കോഴി, ഈ 10 കോഴിയിൽ നിന്ന് 100 കോഴിയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം.
ഇതോടുകൂടി നശിപ്പിക്കല്, ഇത് ദുരുപയോഗം ചെയ്യാതെ, നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യാതെ നല്ല രീതിയിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശുദ്ധമായ